ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് നല്ല പോത്തിറച്ചി കിട്ടിയിട്ടുണ്ട്. അത് തേങ്ങാക്കൊത്തും കൊച്ചുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു കറി വെക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനുമുമ്പിട്ട് ഈ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ചട്ടി വെച്ച് മൺചട്ടിയിലാണ് വെക്കുന്നത്. ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ആദ്യമേ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കിവിടെ ഉപയോഗിക്കാനല്ല ഞാൻ ഈ കറി വെക്കുന്നത്. ഇത് വെക്കുന്നത് ഇവിടുത്തെ ചേട്ടനും അവരെല്ലാം ഒരു ചെറിയൊരു ഗ്രൂപ്പുണ്ട്, അത് കാർഷിക കൂട്ടായ്മയുടെ. അപ്പോൾ അവർക്ക് ഇന്ന് വൈകിട്ടത്തെ ആഘോഷത്തിന് വേണ്ടിയിട്ട് ഇറച്ചിക്കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുന്നത്. അപ്പം എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ആ തേങ്ങാക്കൊത്തിട്ടൊന്ന് മൂപ്പിച്ച് കോരി മാറ്റാം. ഒരു നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഞാൻ ഒരു സവാള പോലും ചേർക്കുന്നില്ല, കൊച്ചുള്ളി മാത്രം ഇട്ട് വെക്കുകയാണ്. ഇനി ഇതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാവേ. നമുക്ക് ആദ്യമേ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, ബാക്കി പിന്നെ ചേർക്കാം. ഇതാകുമ്പോൾ ഉള്ളി പെട്ടെന്നൊന്ന് വാടി കിട്ടും നമുക്ക്. ഇവിടെ കൊച്ചുള്ളി ഒന്ന് ചെറുതായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇതിൽ നല്ലോണം വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 5-6 പച്ചമുളക്, ചെറിയ പച്ചമുളക് കേട്ടോ, അതൊന്ന് കീറിയിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു നല്ല 2 തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട്, അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം കൂടെ ഒന്ന് നല്ലോണം വെന്ത് നല്ല റെഡിയാകട്ടെ. ഇതിലേക്ക് 5-6 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ കൊച്ചുള്ളി എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. തക്കാളിപ്പഴം എല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് അതിന് വേണ്ടുന്ന മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. എന്നിട്ട് ഈ പൊടിയുടെ പച്ചമണം എല്ലാം ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് ഫ്ലെയിം കുറച്ചിട്ടതിന് ശേഷം എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ആ പൊടി കരിഞ്ഞു പോവും. അതിലേക്ക് നമുക്ക് ഈ വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന പോത്തിറച്ചി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിൻ്റെ അരപ്പൊക്കെ എല്ലായിടവും പറ്റത്തക്കോണം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യമേ ഉള്ളി വഴറ്റിയപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇത്ര ഇട്ടിട്ട് നമുക്ക് പിന്നെ നോക്കിയിട്ട് ബാക്കി ഇട്ടാൽ മതി. അതിനുശേഷം മസാലപ്പൊടിയും കൂടെ, പൊടിച്ച മസാല, ഗരം മസാലയാണ്, അതുകൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയിട്ട് ബാക്കി ഇപ്പം ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ, പിന്നെ നമുക്ക് ബാക്കി ചേർക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു വെക്കാം. തിളപ്പിച്ചാറിയ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് വേവാൻ വേണ്ടുന്ന വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ പോത്തുകറി ദാണ്ട് റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് കുറുകി വരട്ടെ. കുറുകിയിട്ടുണ്ട്, എങ്കിലും കുറച്ചുകൂടെ ഞാൻ ഈ സമയം ഒന്ന് നന്നായിട്ടേ ഉപ്പ് നോക്കിയായിരുന്നു. കാരണം ഇവിടുത്തേക്കല്ലല്ലോ വെക്കുന്നത്. എനിക്ക് പൊതുവേ ഉപ്പ് കുറവാണെങ്കിലും മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ഉപ്പ് വേണമല്ലോ, അതനുസരിച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് മസാലപ്പൊടിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാവേ. ഇത് ഒന്ന് തിളച്ച് വന്നിരുന്നിട്ടേ നമുക്ക് കടുക് താളിച്ചൊഴിക്കാം. ഞാൻ കടു താളിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കറിയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് കറി കോരി ഇതിലോട്ടൊന്ന് ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ അടിപൊളിയായിട്ട് നമ്മുടെ പോത്ത് കറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയാണ്. ഇനി ഇത് കഴിച്ചിട്ട് അവരഭിപ്രായം പറയണം, ഞാൻ നല്ലതാന്ന് പറഞ്ഞാലും.
വേണ്ടേ. ഇനി ഞാൻ എന്തോ ചെയ്യാന്നറിയാവോ, ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് കുറച്ചിട്ട് കൊടുക്കുകയാണ്. എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് പിടിക്കുമോ എന്നറിയത്തില്ല, എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ. ഇനി ഈ കറി ഇരുന്ന് ഒന്ന്, അവരുടെ ഫംഗ്ഷൻ 8 മണിക്കാണ് തുടങ്ങുന്നത്, അപ്പോൾ അത്രയും നേരം ഇരുന്ന് നന്നായിട്ടൊന്ന് അതിൻ്റെ എരിയും പുളിയൊക്കെ ഒന്ന് പിടിക്കട്ടെ, അടിപൊളിയായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ കപ്പയാണെന്ന് തോന്നുന്നു, കോമ്പിനേഷൻ കപ്പയോ ചപ്പാത്തിയോ കണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഒരു പോരായ്മ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.